അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഉടൻ നടത്താൻ തീരുമാനം. 12-ന് നടക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ തൊട്ടടുത്തുള്ള മറ്റൊരു തീയതിയിൽ നടത്താനായി റിട്ടേണിംഗ് ഓഫീസർമാർ മെമ്പർമാർക്ക് നോട്ടീസ് നൽകി. UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് പ്രതിനിധി കൊട്ടാരത്ത് സുഹ്റാബി രാജിവെച്ചതോടെയാണ് പല അഭ്യൂഹങ്ങളും ഉയർന്നു വരുന്നത്. വൈസ് പ്രസിഡന്റായ കോൺഗ്രസിലെ KT മുസ്തഫയ്ക്കാണ് നിലവിൽ അധ്യക്ഷ ചുമതല. കഴിഞ്ഞ ജൂലൈ 1-ന് പ്രസിഡന്റ് രാജിവെക്കുകയായിരുന്നു. പഞ്ചായത്ത് ഭരണസമിതിയുടെ പിടിപ്പുകേടാണ് രാജിയിലേക്ക് എത്തിച്ചതെന്നാണ് പ്രതിപക്ഷ ആരോപണം. ഇന്നലെ തിരൂര് ലീഗ് ഓഫീസിൽ വെച്ച് നടന്ന UDF ചർച്ച സൗഹാർദ്ദ രീതിയിലായിരുന്നു ചർച്ച നടന്നത്. നമ്മുടെ തിരൂർ നിയോജകമണ്ഡലം UDFിൻ്റെ കൺവീനറും ചെയർമാനും അതുപോലെ തന്നെ DCC സെക്രട്ടറിമാർ, നമ്മുടെ തിരുനാവായ മണ്ഡലം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എല്ലാവരും ഉണ്ടായിരുന്ന ചർച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു കൂട്ടരും പറയാനുള്ളതൊക്കെ പറഞ്ഞു. പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ രണ്ട് ഭാഗത്തുനിന്ന് കേട്ടു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പിന്നെ കോൺഗ്രസിൻ്റെ ഇനിയുള്ള സമയത്ത് കോൺഗ്രസിന് കുറച്ച് സമയം അനുവദിച്ച് തരുന്നത് ഞാനാണ് ആവശ്യപ്പെട്ടത്. പിന്നെ പാർട്ടിക്കും വേണ്ടിയിട്ട് നമ്മളെ ഐക്യകണ്ഠൻ എല്ലാവരും കൂടി ഒന്നിച്ച് നമ്മൾ ജില്ലാ കമ്മിറ്റിക്ക് വിടുക എന്ന് പറഞ്ഞ് ജില്ലാ കമ്മിറ്റിക്ക് വിട്ടു. അതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലെത്തിയതിൻ്റെ ശേഷം ലീഗും കോൺഗ്രസും ചർച്ച നടത്തി അലസി പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു അടിസ്ഥാനരഹിതമായൊരു വാർത്ത കണ്ടു. തികച്ചും അടിസ്ഥാനരഹിതമായ വാർത്തയാണ്. ഒരിക്കലും അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. രണ്ടു കൂട്ടരും ചർച്ച നടത്തി രണ്ടു കൂട്ടർക്കും പറയാനുള്ളത് പറഞ്ഞു. അതിൽ കോൺഗ്രസ്സിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അവരതിൻ്റെ മറ്റു കാര്യങ്ങൾ അവരും പറഞ്ഞു. അപ്പോൾ നമ്മളെ പാർട്ടി അണികളുടെ ഇടയിൽ ഇങ്ങനൊരു വിഷയം ഉണ്ടായതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം അനുവദിച്ച് തരണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ജില്ലാ കമ്മിറ്റിക്ക് വിടാൻ തന്നെ രണ്ടു കൂട്ടരും ഒറ്റക്കെട്ടായിട്ടാണ് ആ തീരുമാനം എടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. UDFിൻ്റെ ഭാഗത്തുനിന്ന്, ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് നല്ലൊരു തീരുമാനം ഉണ്ടാവും തന്നെയാണ് നമുക്ക് 100% വിശ്വാസം. ജില്ലാ കമ്മിറ്റി എടുക്കുന്ന തീരുമാനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും, സംശയമൊന്നുമില്ല. UDF ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും തന്നെയാണ് നമ്മൾ 100% വിശ്വാസമുള്ളത്. രണ്ടു കൂട്ടരും ഇരുന്ന് രണ്ട് ഭാഗത്തു നിന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാനുള്ളത് പറഞ്ഞു. ലാസ്റ്റ് ജില്ലാ കമ്മിറ്റിക്ക് ജില്ലാ പ്രസിഡന്റിന് മുന്നിലായിട്ട് വിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനൊരു തീരുമാനം ഉണ്ടാവും. അതായിട്ട് UDF കമ്മിറ്റി മുന്നോട്ട് പോകും. നമ്മുടെ കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും നമുക്ക് നമ്മുടെ നേതൃത്വ വിശ്വാസമാണ്. ആ വിശ്വാസമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. വനിതാ സംവരണമായതിനാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗിൽ നിന്നും ഇനി 4 പേരാണ് വനിതാ അംഗങ്ങളായിട്ടുള്ളത്. അതേസമയം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസും അവകാശം ഉന്നയിച്ചിരിക്കുകയാണ്. വളരെ തെറ്റിദ്ധാരണജനകമായ വാർത്തയാണ് അത്. അവിടെ യഥാർത്ഥത്തിലുണ്ടായത് വളരെ കൃത്യമായ സ്പഷ്ടമായ ചർച്ചകളും കോൺഗ്രസിൻ്റെ ആവശ്യം ഉന്നയിച്ചു, മുസ്ലിം ലീഗിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അത് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് തുടക്കം മുതൽ ഒടുക്കം വരെ സംസാരിച്ചതും അഭിപ്രായം പറഞ്ഞതും എല്ലാവരും ചർച്ചകളിൽ പങ്കെടുത്തതും. അങ്ങനെ ആ വിഷയത്തിൽ അവിടെ ഒരു ഏകീകരണം, അതായത് കൃത്യമായ ആ ഒരു അഭിപ്രായ രൂപീകരണം നടത്താൻ കഴിയാത്തത് കൊണ്ട് സൗഹാർദ്ദപരമായിട്ട് തന്നെ ഈ വിഷയം UDFിൻ്റെ ജില്ലാ കമ്മിറ്റിയിലേക്ക് വിടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ഏതെങ്കിലും മുസ്ലിം ലീഗോ കോൺഗ്രസോ ഇറങ്ങിപ്പോയി പരസ്പരം പ്രശ്നങ്ങളുണ്ടായി എന്നുള്ള തരത്തിൽ ആരെങ്കിലും വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർത്തും അസംബന്ധമാണ്. ഒരു കാരണവശാലും അത് തെളിയിക്കാൻ കഴിയില്ല. അസംബന്ധമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് മാത്രമേ ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളൂ.